ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പെൻ ഹോൾഡറാണ്. ഇതിനു മുമ്പ് ഞാൻ പെൻ ഹോൾഡറിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുണ്ട്, പക്ഷേ അതിലെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പെൻ ഹോൾഡറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതുപോലൊരു കളർ പേപ്പർ എടുക്കുക. ഇതുപോലൊരു 6 കളർ പേപ്പർ വേണം. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് മടക്കിയെടുക്കുക. ഈ മടക്കെല്ലാം ഇതേപോലെ തന്നെ വരണം, എന്നാലേ ഉള്ളൂ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പെൻ ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ മടക്കെല്ലാം നല്ല രീതിയിൽ കിട്ടിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ മടക്കുന്ന രീതിയെല്ലാം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. മടക്കെല്ലാം നല്ല വൃത്തിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നല്ല രീതിയിൽ മടക്കെല്ലാം കാണാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 4 വശത്തു നിന്ന് നമ്മളിത് ഇതുപോലെ ചെറിയൊരു കോണിൻ്റെ രീതിയിലൊന്ന് മടക്കി കൊടുക്കുകയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളിനി 2 വശത്തു നിന്നും ഉള്ളിലോട്ട് മടക്കി കൊടുക്കുകയോ ചെയ്യുന്നത്. 2 വശത്തു നിന്ന് ഉള്ളിലോട്ട് മടക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ മറുവശത്തേക്ക് ഇതുപോലെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒരു വശത്തിൻ്റെ വീതിയിൽ നീളത്തിൽ ഒരു വൈറ്റ് കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ എടുക്കുന്ന വൈറ്റ് പേപ്പറിന് കറക്റ്റ് അതേ നീളം ആകാതെ കുറച്ച് നീളം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കയറ്റുവാണെങ്കിൽ നമുക്ക് എളുപ്പം കയറ്റിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പശ തേച്ച് കൊടുക്കാം. പശ തേച്ച് കൊടുത്തില്ലെങ്കിൽ അത് അവിടെ ലോക്കായിട്ടിരിക്കും. എന്നാലും പശ തേക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പായിട്ട് അവിടെ ഇരുന്നോളും. ഇനി വൈറ്റ് കളറിലെ പേപ്പർ എടുത്ത് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുന്നത് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ആ ഭാഗം മാത്രം ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 6 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ രീതിയിൽ കിട്ടണം. അതിനു വേണ്ടി ഒരെണ്ണത്തിൻ്റെ ഒരു വശത്ത് ഇതുപോലെ പശ തേച്ച് കൊടുക്കണം. എന്നിട്ട് വേറൊരെണ്ണം അതിനോട് ഇങ്ങനെ യോജിച്ച് വെക്കണം. അങ്ങനെ നമ്മൾ 6 ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് അടിഭാഗത്ത് വേണമെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസുകൾ വെക്കാം, അല്ലെങ്കിൽ പേപ്പർ ആണെങ്കിലും മതി. ഞാനിവിടെ കളർ പേപ്പർ തന്നെ എടുത്തേക്കുന്നത്. ഇച്ചിരി കട്ടിയുള്ള കളർ പേപ്പർ എടുത്തിട്ട് അടിഭാഗത്ത് ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പം നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പെൻ ഹോൾഡറിൽ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവർ കൂടെ ഒന്ന് വെച്ച് നോക്കുകയാണ്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.